ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് പ്രീസെയിലും അതുപോലെ തന്നെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക്. അതിന് നിമിഷം ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ഡിവിഷൻ സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. ഒരു ദുരൂഹ സാഹചര്യത്തിൽ നമ്മുടെ എന്നാത്താൻ കേസ് കൂടുന്ന സിനിമയുടെ ഡയറക്ടറായ നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സിനിമ സംവിധാനം ചെയ്തത്. കുഞ്ചക ബൊബൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, സജിൻ ഗോപു എന്നിവരെ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയിൽ കാസ്റ്റ് ആയിട്ട്. എന്തായാലും സിനിമയുടെ റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഉണ്ട് സിനിമയ്ക്ക്. മൊത്തത്തിലൊരു മിക്സ്ഡ് ആയ അഭിപ്രായങ്ങളാണ്, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊക്കെയാണ്. കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ സിനിമയ്ക്ക് എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഒരു തവണ കണ്ടിരിക്കാം നമുക്ക്. സിനിമ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഫണ്ണായിട്ട് പോകുന്നു, കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നു. മൊത്തത്തിൽ ആ ഒരു ഫ്ലോ അങ്ങ് മിക്സ് ആയതുകൊണ്ട് പലർക്കും പല രീതിയിലാണ് സിനിമ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ അഭിപ്രായത്തിൽ മാത്രം സിനിമ കാണാതിരിക്കാൻ പറ്റത്തില്ല. സോ കണ്ടവരെന്തായാലും വിലയേറിയ അഭിപ്രായം ചെയ്യപ്പെടുത്തുക. കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. റിലീസിന് മുമ്പ് സിനിമയ്ക്ക് പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ വളരെ മോശമാണ്. 1 കോടി പോലും കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 50 ലക്ഷം പോലും സിനിമയ്ക്ക് പ്രീസെയിൽ കാണുന്നില്ല വേൾഡ് വൈഡ്. സിനിമയ്ക്ക് ഓൾമോസ്റ്റ് കേരളത്തിൽ ഫൈനൽ പ്രീസെയിൽ റിലീസിന് മുമ്പ് ഓൾമോസ്റ്റ് 29 ലക്ഷം അങ്ങാണ്ടാണ്. ഓവർസീസ് ഇന്ത്യന് വെളിയിൽ ഓൾമോസ്റ്റ് 7 ലക്ഷമാണ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 36 ലക്ഷമാണ്. മോശമായ ഒരു അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത് റിലീസിന് മുമ്പ്. എന്തായാലും സിനിമയ്ക്ക് വിഷുദിനത്തിൽ ഓൾമോസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ 72 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട്. എന്തായാലും ഇന്ന് 16-ാം തീയതിക്ക് സിനിമയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 12 ലക്ഷം കാണുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് അതിലൂടെ. എന്തായാലും ഒരു മോശം പറയാത്തൊരു ഓപ്പണിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം സിനിമയ്ക്ക് മിക്സ്ഡ് ആയ റിപ്പോർട്ടാണ്. അപ്പം എന്നിട്ടാണ് സിനിമയ്ക്ക് ഈ ഒരു 72 ലക്ഷം കാണാൻ സാധിച്ചത്. പിന്നെ അത് മാത്രമല്ല, ആകെ കേരളത്തിലെ സിനിമയ്ക്ക് നല്ലൊരു ഓപ്പണിംഗും ലഭിച്ചിട്ടില്ല അഡ്വാൻസ് ആയിട്ട്. എന്തായാലും നമ്മുടെ ദുരൂഹ സാഹചര്യം എന്ന സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ ഈ പടത്തിന്റെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സിനിമ രണ്ടാമത്തെ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ കഴിയും. പക്ഷേ എല്ലാവരും ഇത് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.